കണ്ണൂർ സ്വദേശിയായ താജുദ്ദീൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം പ്രമാണിച്ച് നാട്ടിൽ വന്നതായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ചക്കരപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് പൊതഞ്ഞിട്ട് അത് തള്ളിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അവിടെ കൂടെ നിന്ന് മറ്റുള്ളവർ വന്നു. ഇദ്ദേഹത്തിന് കാറിൽ നിന്ന് ഇറങ്ങിയില്ല. അദ്ദേഹം കാറിൽ നിന്ന് മനഃപൂർവ്വമല്ല ഇറങ്ങാൻ, അദ്ദേഹത്തിന് നടുവേദനകളുണ്ടാകാൻ ഇറങ്ങാൻ. അതുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ 5.5 പവൻ്റെ മാലമോഷണ കേസിലെ പ്രതിയാണ് ഈ കാറിലിരിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ചിറക്കുകയും പോലീസുകാർ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തെ എൻ്റെ പേരിൽ കേസെടുത്ത് 51 ദിവസത്തിന് മുകളിൽ ജയിലിലടക്കുകയും ചെയ്തു. ഇതുമൂലം അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. മാനസികമായ അദ്ദേഹത്തിൻ്റെ ഈ 3 മക്കളും ഭാര്യയും ഉൾപ്പെടെ ഭയങ്കര വിഷമത്തിലുമായി. അദ്ദേഹത്തിൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു. ഇതുകൊണ്ട് ഭരണഘടന ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കാനുള്ള അവകാശമാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം അത് നേരിട്ട് കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം ഹർജി നൽകി. ആ ഹർജി നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് മനോജിൻ്റെ ബെഞ്ചിൽ അത് കേൾക്കുകയും അദ്ദേഹം 14 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് കോമ്പൻസേഷൻ വിധിക്കുകയും ചെയ്തു. അത് 10 ലക്ഷം രൂപ ഇദ്ദേഹത്തിനും 4 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും 3 മക്കൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. അതിനുശേഷം കോടതി ഒന്നുകൂടി പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കോമ്പൻസേഷൻ ഇതാകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സിവിൽ കോടതിയെ സമീപിച്ച് ഇവരിൽ നിന്നും നല്ലൊരു കോമ്പൻസേഷൻ വാങ്ങിക്കാനും അദ്ദേഹത്തിന് സാധിക്കും എന്ന് പറഞ്ഞു. അത് ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ആസിഫ് അലി ആയിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി കേരള ഹൈക്കോടതി ഹാജരായത്. ഇനി എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, ഇദ്ദേഹത്തെ ഇത്രയും ഒരു സാധാരണ മനുഷ്യനെ 54 ദിവസം മനഃപൂർവ്വം തടങ്കലിൽ വെക്കുക എന്ന് പറയുമ്പോൾ ആ പോലീസുകാർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ ഘാതകരായി മാറുന്ന ഒരു പ്രതീതിയാണ് ഇന്നത്. കോടതി പറഞ്ഞത് ഈ 10 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കുമ്പോൾ ഈ ആദ്യം ഇദ്ദേഹത്തിന് കൊടുക്കുക, അതിനുശേഷം ഇദ്ദേഹത്തിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും ഇത് പിടിച്ചെടുക്കുവാനാണ് പറഞ്ഞത്. പക്ഷേ ഇത്രയും ക്രൂരകൃത്യം നടത്തിയ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സർക്കാർ ചെയ്തത് ഒരു സ്ഥലം മാറ്റം മാത്രമാണെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം സാധാരണപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നേരിട്ട് ഹൈക്കോടതിയിൽ പോകാനോ സാമ്പത്തികമായിട്ടോ സാധിക്കത്തില്ല. ഇതെല്ലാവർക്കും സാധിക്കുന്നതല്ല. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ സർവീസിൽ നിന്ന് വെച്ച് പുലർത്തുന്നത് തന്നെ ജനങ്ങൾക്ക് തന്നെ ദോഷകരമാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു.